റമദാനിന്റെ പകലിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് സംഭവിക്കുന്ന കാര്യമാണ്. നോമ്പിന്റെ മാറ്റിന് അതിന്റെ പ്രതിഫലത്തെ പാടെ കുറച്ചു കളയുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. റമദാനിന്റെ പകലിൽ സമയം കൊല്ലുന്നതിന് വേണ്ടി സിനിമയിലും സീരിയലിലും അതുപോലെ മ്യൂസിക്കുകളിലുമെല്ലാം അടിമപ്പെട്ടുകൊണ്ട് അങ്ങനെ സമയം കൊല്ലുന്ന ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും. അതിൽ ചിലർ ഇത്തരം സിനിമകളും സീരിയലുകളും മ്യൂസിക്കുകളുമെല്ലാം അതിന്റെ മുന്നിൽ ഇസ്ലാമിക് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഇസ്ലാമിക് സിനിമ, ഇസ്ലാമിക് മ്യൂസിക്, ഇസ്ലാമിക് നഷീദ് ഇങ്ങനെല്ലാം പേരിട്ടുകൊണ്ട് സംഗീതവും സിനിമയും മ്യൂസിക്കും ഇസ്ലാമിക ചരിത്രം എന്നുള്ള പേരിലുള്ള സിനിമകളും ഒക്കെ ആയാൽ അതിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളെയും കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇതെല്ലാം നിഷിദ്ധമായ കാര്യമാണ്. സംഗീതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ സിനിമകളിലൂടെ നീ കാണുന്ന അന്യ സ്ത്രീകളുടെ നഗ്നതകളും മറ്റുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇതെല്ലാ സമയത്തും ഹറാമ് തന്നെയാണ്. പക്ഷേ വിശിഷ്യ റമദാനിന്റെ പകലിൽ അവർക്ക് മറ്റു പല ജോലികളും ഇല്ലാത്തതിനാൽ, ഭക്ഷണം കഴിക്കേണ്ടതിന് പണിയില്ലാത്തതിനാൽ ഒരുപാട് സമയമുണ്ടാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ആളുകൾ തിരിയുകയും റമദാനിന്റെ ലക്ഷ്യം കൈവരിക്കാതെ ഒരുപാട് ഹറാമുകളിൽ വീഴുകയും ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, റമദാനിന്റെ പകലിൽ കേവലം ഭക്ഷണവും വെള്ളവും ഒഴിവാക്കിക്കൊണ്ടുള്ള റമദാനായി പോരാ, മറിച്ച് റമദാൻ നോമ്പെന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് വേണം, നോമ്പെന്ന് പറയുന്നത് നമ്മുടെ കാതിന് വേണം, ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും നോമ്പ് വേണമെന്നുള്ള കാര്യം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതല്ലാതെ ഓരോ സൂര്യാസ്തമയം കഴിയുമ്പോഴും കേവലം പട്ടിണിയുമായി നമ്മൾ മടങ്ങുകയും പ്രതിഫലമില്ലാതെ പരലോകത്ത് വെച്ച് നഷ്ടകാരികളായി തീരുകയും ചെയ്യുന്നുള്ള കാര്യം വളരെ ഗൗരവത്തിൽ നമ്മൾ മനസ്സിലാക്കുക.